ഇത് റാണി ഇല്ലാതെ കിടന്ന ഒരു കൂടാണ്. പെണ്ണീച്ചകളൊക്കെ കുറേശ്ശെ മുട്ടയിടാൻ തുടങ്ങിയതായിരുന്നു. ഇത് അടകളിൽ കയറി മുട്ടയിടാൻ തുടങ്ങിയ ഒരു കൂടാണ്. പക്ഷേ ഈ റാണി ഇല്ലാത്ത കൂട്ടിൽ തന്നെ ഇപ്പം 3, 2, 5, 6 റാണി സെല്ല് വെച്ച് റാണി വിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വേണമെങ്കിൽ ഒരു അടയിട്ട് കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ ഈ റാണി ഒരു 80% സക്സസ് ആവും. ഇതൊരു റാണി സെല്ല് നേരിട്ട് കൊടുത്ത് വിരിഞ്ഞതാണ്. ഇതിനകത്ത് ഈ റാണി വിരിഞ്ഞിറങ്ങിയിരിക്കുന്നു. ആ സെല്ലിനകത്ത് റാണി വിരിഞ്ഞിറങ്ങിയിരിക്കുന്നു. ഇതെല്ലാം റാണി വിരിഞ്ഞ് കിടക്കുകയാണ്. ഈ കേജിനകത്ത് റാണി നടക്കുന്നു. റാണി കാണാം, റാണി നടക്കുന്നു. ഇതിനകത്തെല്ലാം റാണി വിരിഞ്ഞ് ഇരിക്കുന്നു. ഈ കേജിനകത്തെല്ലാം റാണി വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് റാണി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതേ നടക്കുന്നു റാണി അകത്തൂടെ. അതെ ഇതാണ്. ഇത് റാണി ഇല്ലാത്ത കൂട്ടിൽ അടയിട്ട് കൊടുത്തില്ലെങ്കിലും വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണിത്. എത്ര കുഞ്ഞിനെ റാണി മുട്ട വെച്ചാലും അത് വിരിഞ്ഞ് കിട്ടും. അതാണ്. അപ്പം വലിയ ഈച്ചയ്ക്കും ഒരു പരിധിവരെ റോയൽ ജെല്ലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ ഈച്ചയിൽ നിന്നും റോയൽ ജെല്ലി കിട്ടും. 10, 25, 30 ദിവസം, 40 ദിവസമൊക്കെ പ്രായമുള്ള ഈച്ചകൾക്കും റോയൽ ജെല്ലി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ റാണി വിരിഞ്ഞിരിക്കുന്നത്. ഒരു 8 ദിവസമായ റാണി സെല്ല് കൊടുത്തതായിരുന്നു. അത് വിരിച്ചെടുത്തിരിക്കുന്നു. ഒരുപാട് റാണിയായി കൂട്ടി വിരിച്ചെടുത്തിരിക്കുന്നു.